18 വയസ്സ് പൂർത്തിയാകും മുൻപേ തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചുവെന്ന മോട്ടോർ വാഹന വകുപ്പ് രേഖകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. എനിക്ക് അപേക്ഷ കൊടുക്കാനല്ലേ പറ്റൂ, ലൈസൻസ് പിടിച്ചുവാങ്ങാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഗണേഷ് കുമാർ നൽകിയ മറുപടി. ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. അതിനകത്ത് അതിന്റെ നിയമത്തിന്റെ താഴെ എഴുതിയുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് ലൈസൻസ് എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് പുതുക്കൽ വരുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു. അതിൽ കുഴപ്പമൊന്നുമില്ല, അന്നത്തെ കാലത്തെ ഉദ്യോഗസ്ഥൻ ആരാന്ന് അന്വേഷിച്ച് നടപടി എടുക്കണം. എനിക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ ലൈസൻസ് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. എനിക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനല്ലേ പറ്റൂ, തന്ന ആളോട് ചോദിക്കണം. അല്ല, അങ്ങനെ തരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അന്വേഷിച്ചാലേ അറിയാം. എനിക്കറിയത്തില്ല. എനിക്ക് 18 വയസ്സായിട്ടാണ് ഞാൻ എടുത്തത്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അപേക്ഷ കൊടുത്തു, എനിക്ക് കിട്ടി. പിന്നെ അന്നത്തെ ഉദ്യോഗസ്ഥൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം. പിന്നെ ഈ ലൈസൻസിന്റെ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം അതോടെ വായിക്കണം, മൊത്തം വായിക്കണം. അതിന്റെ താഴെ പറയുന്നത് ഒരു ലൈസൻസ് കൊടുത്തതിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടാൽ അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം 10 വർഷം ശേഷം ആ ലൈസൻസ് പുതുക്കുമ്പോൾ മറ്റേ പ്രശ്നം പുതുക്കി കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം ഇല്ല എന്ന് അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാതാവും, അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ തരാം, അതിന്റെ ഒരു കോപ്പി തരാം. അല്ല, അതിപ്പോ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റും? അത് ഞാനാണോ ഈ ആർ ടി ഓഫീസിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഞാനാണോ കൈകാര്യം ചെയ്യുന്നത്? ആ MLA ആയിരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപേക്ഷകനാണോ ഉദ്യോഗസ്ഥനാണോ ടൈപ്പ് ചെയ്യുന്ന? നിങ്ങളെപ്പോലെ ഈ RT ഓഫീസിൽ ഇരുന്ന കമ്പ്യൂട്ടർ കയറാനുള്ള ചുമതലയില്ല. അവര് നടപടി എടുത്തു. അവര് MLA അടിച്ചു വെച്ചാൽ എന്റെ കുഴപ്പമാണ്. ഞാൻ MLA അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുത്ത അപേക്ഷ ഞാൻ MLA അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരടിച്ചപ്പോ അവരെ മനസ്സിൽ തോന്നി ഞാൻ അടിച്ചു. അത്ര കൊടുത്തിട്ടില്ല. തന്നെ ചെയ്തത്. അത് ആരടിച്ച് കയറ്റിയെന്നുള്ള കാര്യം എനിക്കറിയാത്തില്ല. ആപ്ലിക്കേഷനകത്ത് MLA എന്ന് എഴുതിയാൽ എന്താ കുഴപ്പം? MLA അല്ലേ? പക്ഷെ അത് MLA എന്നുള്ളത് അല്ലല്ല ലൈസൻസിനകത്ത് അല്ലല്ല. ആപ്ലിക്കേഷനിൽ MLA ഒന്നും അടിച്ചില്ല. അവരടിച്ചപ്പോ വന്നതാണ്. അതിനകത്ത് ഒന്നും ചെയ്യാത്തില്ല. അതിനിപ്പോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, എന്നെ വണ്ടി ഓടിപ്പിക്കാതിരിക്കാൻ നോക്കണ്ട. എനിക്ക് കേക്ക് മുഴുവൻ കേട്ടോ. എനിക്ക് ഇന്ത്യയിലെ അകത്തും പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് എന്റെ ഉണ്ട്. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഓടിക്കും. എനിക്ക് ഗൾഫിലെ ലൈസൻസ് എന്നിട്ട് വാലിഡ് ആണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഓക്കെ, അതേതായാലും എന്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി, ആണോ? ഞാൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി വാങ്ങിച്ചതല്ലേ ഗൾഫിലെ ലൈസൻസ്. അപ്പൊ ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യത കേട്ടോ. അത് അന്ന് പറയാം. അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങ് പുറകെ ഓടണ്ട. അങ്ങനെയൊന്നും ഓടിയല്ല. ഇതൊന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചോടുന്നതല്ല ഗണേഷ് കുമാർ. ഇവിടെ നിൽക്കും, LDF-നോടൊപ്പം നിൽക്കും, പോരാടും. സർക്കാർ ചെയ്ത നല്ല കാര്യമാണെങ്കിൽ നല്ലതെന്ന് പറയും, തെറ്റെങ്കിൽ തെറ്റെന്ന് പറയും. സർക്കാർ ചെയ്തൊരു നല്ല കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ DHS-നെ മാറ്റിയത് ഉള്ള കാര്യം പറയണമല്ലോ. K. മുരളീധരനെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം DHS വളരെ നിയമസഭാ കമ്മിറ്റിയോട് പോലും ധിക്കാരപൂർവ്വം പെരുമാറുന്ന ഒരു ഡോക്ടറാണ്. അത് വളരെ ശരിയാണ്. ഒരാൾ പറയുമ്പോൾ ശരിയും തെരിയതാണ്. പക്ഷെ എന്നാൽ ഈ നിപ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചെറിയ വീഴ്ചയുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമേ പറയാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ, പ്രധാനപ്പെട്ട 1-2 പേർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും.